നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഫാക്ട് ചെക്കിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ഫാക്ട് ചെക്ക് ചർച്ച ചെയ്യുന്നു പിണറായി വിജയൻ അമേരിക്കയിൽ പോയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ഫാക്ട് ചെക്ക് ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആ ചർച്ച നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താണോ പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയത് എന്ന വിഷയമാണ് ഫാക്ട് ചെക്കിൽ നേഷൻ ന്യൂസ് ലൈവ് ചർച്ച ചെയ്യുന്നത്. തുടർ പരിശോധനയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക് പോയ വാർത്തകൾക്ക് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ച അദ്ദേഹത്തിന് എങ്ങനെ വിസ കിട്ടി എന്നത് സംബന്ധിച്ചാണ്. US വിസ അപേക്ഷയിൽ അപേക്ഷകൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയോ ടോട്ടാലിറ്റേറിയൻ പാർട്ടിയുടെയോ അംഗം അഥവാ ബന്ധമുള്ള ആളാണോ എന്ന ചോദ്യമുണ്ടെന്നും ഇതിന് പിണറായി വിജയൻ നോ എന്ന് എഴുതി ഒപ്പിട്ട് നൽകിയോ എന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടക്കുകയാണ്. എന്നാൽ ഇത് തെറ്റായ പ്രചരണമാണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വാസ്തവം എന്താണെന്ന് നമുക്ക് നോക്കാം. അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിലക്കുണ്ടെന്നും അമേരിക്കൻ വിസയ്ക്കായി മുഖ്യമന്ത്രി കമ്മ്യൂണിസത്തെ തള്ളി എന്ന തരത്തിൽ വിമർശിച്ചും പരിഹസിച്ചുമാണ് സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ. അമേരിക്കയെ എതിർക്കുന്ന ചൈനയുടെ ഷി ജിൻപിങ് അമേരിക്കയിൽ ചികിത്സിക്കാൻ പോവാറില്ല. റഷ്യൻ പുടിൻ പോവാറില്ല. വടക്കൻ കൊറിയയിലെ കിം ജോങ് ഉൻ പോവാറില്ല. ഇവരെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റായ കാരണഭൂതം ഇത് പൂരിപ്പിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് വലിഞ്ഞു കയറി അമേരിക്കയിൽ പോകുന്നത് എന്നാണ് പ്രചരിക്കുന്ന ഒരു ചിത്രത്തിലെ ഉള്ളടക്കം. ഇതോടൊപ്പം പോസ്റ്റുകളിൽ പരാമർശിക്കുന്ന ചോദ്യത്തിന്റെ ചിത്രവും നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഫാക്ട് ചെക്ക് ചർച്ച ചെയ്യുന്നത്. മുൻ വർഷങ്ങളിലും പ്രസ്തുത അവകാശവാദം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. കീവേഡുകൾ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ നിലവിൽ അമേരിക്ക സന്ദർശിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിലക്കില്ല എന്നതാണ് വിവരം ലഭിച്ചത്. അതാണ് വാസ്തവം. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ് അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട്. അതാണ് വസ്തുത. റഷ്യയുടെ വ്ളാഡിമിർ പുടിനും മുൻപ് US സന്ദർശനം നടത്തിയിട്ടുള്ളതായി കണ്ടെത്തുകയും ചെയ്തു. രണ്ട് വിഭാഗം US വിസകളാണുള്ളത്. അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാൻ ഉദ്ദേശിക്കുന്ന വിദേശ പൗരന്മാർക്കുള്ള ഇമിഗ്രന്റ് വിസയും ടൂറിസം, വൈദ്യ ചികിത്സ, ബിസിനസ്, ജോലി, പഠനം അല്ലെങ്കിൽ മറ്റ് സമാനമായ കാരണങ്ങൾക്കായി താൽക്കാലികമായി പ്രവേശിക്കാൻ വിദേശ പൗരന്മാർക്കുള്ള നോൺ ഇമിഗ്രന്റ് വിസയും. US വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ പൂരിപ്പിക്കേണ്ട ഒരു ഫോമിൽ സെക്യൂരിറ്റി ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു സെക്ഷനുണ്ട്. ഇതിൽ അപേക്ഷിക്കുന്ന വ്യക്തി ഒരു ടോട്ടാലിറ്റേറിയൻ പാർട്ടിയിലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെയോ അംഗം അഥവാ ബന്ധമുള്ള ആളാണോ എന്ന ചോദ്യമുണ്ട്. ആർ യു എ മെമ്പർ ഓഫ് ഓർ അഫിലിയേറ്റഡ് വിത്ത് ദ കമ്മ്യൂണിസ്റ്റ് ഓർ അതർ ടോട്ടാലിറ്റേറിയൻ പാർട്ടി? എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആണെന്ന കാരണത്താൽ സന്ദർശനം, ചികിത്സ, പഠനം തുടങ്ങിയ ഹ്രസ്വകാല യാത്രയ്ക്കുള്ള നോൺ ഇമിഗ്രന്റ് വിസ നിഷേധിക്കപ്പെടില്ല. എന്നിരുന്നാലും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയില്ല, മറ്റു തടസ്സങ്ങളില്ല എന്ന് ബോധ്യമായാലേ വിസ ലഭിക്കും. While non-immigrant members of communist or totalitarian parties cannot be found inadmissible based on INA 212A3D, they may be found inadmissible based on other grounds if applicable. അമേരിക്കയിൽ സ്ഥിരതാമസത്തിനും പൗരന്മാരാകാൻ PR എടുക്കുന്നതിനുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധം തടസ്സം. എന്നാൽ ഇതിലും പല ഇളവുകളുണ്ട്. ഒന്നാം ലോക മഹായുദ്ധകാലത്തോടെ കമ്മ്യൂണിസം ഉണ്ടാക്കിയേക്കാവുന്ന ഭീഷണികളെക്കുറിച്ച് ആശങ്കാകുലരായ അമേരിക്കൻ സർക്കാർ രാജ്യസുരക്ഷയ്ക്കായി കൊണ്ടുവന്ന ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് 1952 ഈ ആക്ട് ഇറങ്ങിയത്. അന്നു മുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളെ ഒഴിവാക്കുന്നത് അമേരിക്കയിലെ നിയമത്തിന്റെ ഭാഗമായത്. പിന്നീട് പുതിയ നയങ്ങളും ഭേദഗതികളും നടപ്പാക്കിയിട്ടുണ്ട്. അതും പഠിക്കണം. ശേഷം ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ബന്ധപ്പെട്ടപ്പോൾ തുടർ പരിശോധനയ്ക്കായാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയതെന്നും പ്രചരിക്കുന്ന അവകാശവാദത്തിൽ പറയുന്ന മാനദണ്ഡം യാത്രയെ ബാധിക്കുന്നതല്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക സന്ദർശിക്കാനുള്ള വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഫോമിൽ താൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നതെന്ന പ്രചരണം യഥാർത്ഥത്തിൽ വ്യാജമായ പ്രചരണമാണ്. ഈ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും വ്യാജമായ പ്രചരണമാണ്. സോ ഫാക്ട് ചെക്ക് ചർച്ച ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്തരം വ്യാജ വീഡിയോകൾ കൃത്യമായും ശ്രദ്ധിക്കുക. അത്തരം വ്യാജ വീഡിയോകൾ ഷെയർ ചെയ്യാതിരിക്കുക. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.